ദിലീപ്, ഈ മുസ്ലിം ലീഗിന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടും ചില അസ്വാരസ്യങ്ങളൊക്കെ ഇപ്പോഴും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോടിനെ അവഗണിച്ചു, കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു മന്ത്രിപദവി ഇല്ല എന്നുള്ള നിലയിൽ. അതോടൊപ്പം തന്നെ ചില നേതാക്കളെ മന്ത്രിയാക്കണമെന്നും ചിലരെ മാറ്റി നിർത്തുന്നു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമത്തിലടക്കം അത്തരം പ്രതിഷേധങ്ങൾ ലീഗ് കേന്ദ്രങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. അസിത, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ലീഗ് നേതൃത്വത്തിനുള്ളത്. സാധാരണഗതിയിൽ മുസ്ലിം ലീഗ് നേതൃത്വം മന്ത്രിമാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ അതൃപ്തി, പരസ്യമായ അതൃപ്തി ആ പാർട്ടിയിൽ ഉണ്ടാകാനിടയില്ല. കഴിഞ്ഞ ദിവസം തന്നെ ചില പേരുകൾ ആ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ വലിയ തോതിലുള്ള സമ്മർദ്ദം ലീഗ് നേതൃത്വത്തിന് ഇക്കുറി നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഇതാ മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ പോകുന്നു. പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ മന്ത്രിമാർ ആരൊക്കെ എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയ്ക്ക് മന്ത്രി സ്ഥാനം ഇല്ല എന്ന കാര്യം അത് അവിടുത്തെ ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും UDF പ്രവർത്തകരെയും ഒക്കെ സംബന്ധിച്ച് വലിയ നിരാശയുണ്ടാക്കുന്നതാണ്. പക്ഷേ ജില്ലകളുടെ കണക്കിലല്ല മൊത്തത്തിൽ ഈ മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് എന്ന കാര്യമാണ് UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം, ലീഗ് നേതൃത്വമൊക്കെ ഇക്കാര്യത്തിൽ പറയുന്നത്. ചില ജില്ലകളിൽ കൂടുതൽ മന്ത്രിമാരുണ്ടാകുന്നുണ്ട്, ചില ജില്ലകളിൽ പക്ഷേ മന്ത്രിമാർക്ക് പ്രാതിനിധ്യം ഇല്ലാതാകുന്നുണ്ട്. പക്ഷേ ഏതായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കീഴ്വഴക്കം, ഒരു ശൈലി, അത് നേതൃത്വം ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്നത് പതിവില്ലായിരുന്നു. അതിൽ അതൃപ്തി ഉണ്ടാവുക അസാധാരണമായിരുന്നു. ആ കീഴ്വഴക്കം ഇപ്പോൾ പക്ഷേ പല മേഖലകളിലും അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അത് ചിലരെങ്കിലും ലീഗ് നേതൃത്വത്തിൻ്റെ ഈ നടപടിയെ അത് തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ലീഗ് നേതൃത്വത്തിന്മേൽ വലിയ സമ്മർദ്ദമായി അത് മാറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏതായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ലീഗ് നേതൃത്വം ഒരു പട്ടിക ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം തന്നെ KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിലെത്തി ആ പട്ടിക കൈമാറിയിട്ടുണ്ട്. ലീഗ് നേതൃത്വം അംഗീകരിച്ച പട്ടിക. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ ഇനി ഏതെങ്കിലും തരത്തിൽ ഉയരാനിടയുള്ള പ്രശ്നങ്ങളൊക്കെ അത് പറഞ്ഞു തീർക്കാം എന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോഴുള്ളത്. അസിത, ദിലീപ്, ഇപ്പോൾ ഈ VD സതീശൻ എപ്പോഴാണ് ലോക് ഭവനിലേക്ക് പോവുക? ദിലീപ്, ഉന്മേഷ്, ലോക് ഭവനിലേക്ക് എത്തുന്നത് സംബന്ധിച്ച് ഇനിയും അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. നമുക്ക് നേരത്തെ ലോക് ഭവനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഔദ്യോഗികമായി ഒരു സമയം അവർ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ 5 മണിക്കകം എത്തിച്ചേരുമെന്ന് അനൗദ്യോഗികമായി ലോക് ഭവന് ചില വാർത്തകൾ ലഭിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് അവർക്ക് ആ നിലയിലുള്ള ഒരു സ്ഥിരീകരണം ഗവർണറുടെ സന്ദർശനത്തിന് അനുമതി തേടിക്കൊണ്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഇനി അധികം താമസിയാതെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അവിടേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ്. നാളെ രാവിലെ 10 മണിക്ക് അധികാരമേൽക്കുക. സമ്പൂർണ്ണ മന്ത്രിസഭയായിരിക്കുമെന്ന് നേരത്തെ തന്നെ UDF നേതാക്കളും നിയുക്ത മുഖ്യമന്ത്രിയും ഒക്കെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത് അധികം വൈകാനിടയില്ല. അല്പസമയത്തിനകം ഗവർണറെ കാണാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ലോക് ഭവനിലേക്ക് പോയേക്കും. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.